ശാന്തിനെതിരെയുള്ള ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മെമ്മോയുടെ പകർപ്പ് ന്യൂസ് 18 സർക്കാർ പരസ്യം പങ്കുവച്ചതടക്കം കുറ്റമെന്ന് ചാർജ് മെമ്മോയിൽ പറയുന്നു. കൃഷിവകുപ്പിന്റെ കാംകോ പവർ വീഡർ പരസ്യം പങ്കുവച്ചത് മറ്റൊരു ഉദ്ദേശത്തോടുകൂടിയാണ്. ജയതിലകിനെതിരെയും കെ ഗോപാലകൃഷ്ണനെതിരെയും അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നും ചാർജ് മെമ്മോയിലുണ്ട്. ബേബി വിനോദ് നൽകും വിവരങ്ങൾ. വിനോദ്, ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരായ പരസ്യ വിമർശനത്തിലടക്കം എൻ പ്രശാന്തിന് ചാർജ് മെമ്മോയാണോ? എന്തൊക്കെയാണ് ഈ ചാർജ് മെമ്മോയിൽ പ്രധാനമായും പറയുന്നത്? കഴിഞ്ഞ ദിവസം ഉള്ള ചാർജ് മെമ്മോ അത് കെ ഗോപാലകൃഷ്ണനെതിരെയുള്ള ചാർജ് മെമ്മോ ആയിരുന്നു. അതിൽ ഗോപാലകൃഷ്ണനെ പരമാവധി സംരക്ഷിക്കാൻ ശ്രമിച്ച ചീഫ് സെക്രട്ടറിയാണ് ഇപ്പോൾ എൻ പ്രശാന്തിനെതിരെയുള്ള ചാർജ് മെമ്മോയിൽ ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തി അതൊരു കുറ്റപത്രം എന്ന നിലയ്ക്ക് തന്നെ, ശക്തമായ കുറ്റപത്രം എന്ന നിലയ്ക്ക് തന്നെ മാറ്റിയിരിക്കുന്നത്. അതിൽ കാംകോയുടെ പരസ്യം ഉപയോഗിച്ചു, അത് മറ്റൊരർത്ഥത്തിൽ ഉപയോഗിച്ചു, എതിരാളികളെ ആക്രമിക്കാൻ അല്ലെങ്കിൽ മറ്റ് IAS ഉദ്യോഗസ്ഥരെ അപമാനിക്കുന്നതിന് വേണ്ടി ഈ പരസ്യ ചിത്രം പോലും ഉപയോഗിച്ചു എന്നതാണ്. കളപറിക്കാൻ ഇറങ്ങുകയാണ് കർഷകനല്ലേ എന്ന ചോദ്യം അത് വെച്ചിട്ട് കാംകോയുടെ ഒരു പരസ്യമുണ്ടായിരുന്നു. ആ പരസ്യം പ്രശാന്ത് മറ്റൊരു തരത്തിൽ ഉപയോഗിച്ചു എന്ന വ്യാഖ്യാനമാണ് ഇതിലുള്ളത്. ജയതിലകുമായുള്ള തർക്കം മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു നീക്കം നടത്തിയെന്ന് ഒരു വിലയിരുത്തലോടുകൂടിയാണ് ഈ ചാർജ് മെമ്മോയിൽ കാര്യങ്ങൾ പറയുന്നത്. അതോടൊപ്പം തന്നെ IAS ഉദ്യോഗസ്ഥരെ മറ്റ് IAS ഉദ്യോഗസ്ഥരെ അപകീർത്തിപ്പെടുത്താൻ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ശ്രമിച്ചു എന്ന കാര്യം കൂടി ഈ ചാർജ് മെമ്മോയിൽ പറയുന്നുണ്ട്. എൻ പ്രശാന്തും ഇപ്പോൾ സസ്പെൻഷനിൽ തുടരുന്ന ഉദ്യോഗസ്ഥനാണ്. കെ ഗോപാലകൃഷ്ണനും സസ്പെൻഷനിൽ തുടരുന്നു. മതാടിസ്ഥാനത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനായിരുന്നു ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തത്. ജയതിലകുമായുള്ള സീനിയർ IAS ഉദ്യോഗസ്ഥനുമായുള്ള തർക്കവും ആ തർക്കത്തെ തുടർന്ന് പരസ്യമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്തതിനായിരുന്നു പ്രശാന്തിനെതിരെയുള്ള നടപടി. എന്നാൽ ഈ രണ്ട് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചേരിപ്പോര് അതിൽ വലിയ ശക്തമായ നടപടി എടുക്കുമ്പോൾ ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് മല്ലു ഹിന്ദു ഓഫീസേഴ്സ് എന്ന പേരിൽ ആദ്യം വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും പിന്നീട് മുസ്ലിം ഓഫീസർമാരുടെ പേരിൽ വീണ്ടും ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്ത ഗോപാലകൃഷ്ണന് അവിടെ ഒരു വിധത്തിൽ ക്ലീൻ ചിറ്റ് എന്ന് തന്നെ പറയാം. ഉദ്യോഗസ്ഥരെ തമ്മിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അവരെ തമ്മിൽ തർക്കമുണ്ടാകുന്ന തരത്തിൽ ഇടപെടൽ നടത്തി എന്ന ചില പരാമർശങ്ങൾ നടത്തി പോകുന്നതല്ലാതെ നേരത്തെ സർക്കാർ സസ്പെൻഡ് ചെയ്തപ്പോഴുള്ള ചട്ടലംഘനങ്ങൾ അത് ചൂണ്ടിക്കാണിക്കാതുള്ള ഒരു ചാർജ് മെമ്മോ ഗോപാലകൃഷ്ണന്റെ പേരിൽ നൽകുകയും അതേസമയം പ്രശാന്തിന് അദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ചാർജ് മെമ്മോ തയ്യാറാക്കി നൽകുകയും ചെയ്യുന്ന തരത്തിലുള്ള നടപടിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായിരുന്നാലും എൻ പ്രശാന്തിനെതിരെ കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടാകുന്നു. അതേസമയം ഗോപാലകൃഷ്ണനെ ഒരു വശത്ത് അദ്ദേഹത്തിന് വലിയ നിയമ പോരാട്ടം ഇല്ലാതെ തന്നെ സർവീസിൽ തിരിച്ചെത്താൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ശരി, വിനോദാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.